ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ഇന്നത്തോടുകൂടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 35 ദിവസങ്ങൾ പൂർത്തിയാക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ സിനിമ 34ാമത്തെ ദിവസം ചെന്നൈയിൽ എങ്ങനെ പോകുന്നു എന്നറിയാൻ ജസ്റ്റ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയിട്ട് ആ ഒരു കാഴ്ച കണ്ടിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 34ാമത്തെ ദിവസം രാത്രി 10:45 ഷോ ചെന്നൈയിൽ ഹൗസ്ഫുള്ളിലേക്ക് ഗൈസ്. ആ ഒരു കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സിനിമ 6 ദിവസങ്ങൾക്ക് മുന്നേ OTTയിൽ റിലീസായ മൂവിയാണ്, 5 ലാംഗ്വേജിൽ. എന്നിട്ടും സിനിമയ്ക്ക് നല്ല രീതിയിൽ ആളെത്തുന്നതിനാൽ വേൾഡ് വൈഡ് തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒരു ഷോയും കാര്യങ്ങളും ഒന്നുമല്ല ചെന്നൈയിൽ ഈ ഒരു ചിത്രത്തിൻ്റെതായിട്ട് ഇന്നലെ നടന്നിട്ടുള്ളത്. അനേകം ഷോകളാണ് ഈ ഒരു സിനിമയ്ക്ക് ഇന്നലെയും ഇന്നും ചെന്നൈ ബോക്സ് ഓഫീസിൽ നടക്കുന്നത്. നാളെ തിയേറ്ററിലെത്തുന്ന അല്ലു അർജുൻ മൂവിയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 2.25 കോടിയിലേക്ക് എത്തപ്പെട്ടു. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ചിത്രം 100 CRന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ നടത്തി എന്നുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്നലെ നൽകിയതാണ്. ഇപ്പോൾ അത് 110 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടു. രാജമൗലി ഒരു സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു റേഞ്ച് ഹൈപ്പാണ് പുഷ്പ 2വിനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ അതിലെ നായകൻ അല്ലു അർജുൻ ആവുന്ന സമയത്ത് അതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം വേറെ റേഞ്ചിലേക്ക് മാറുമെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും പുഷ്പ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ റേഞ്ച് എന്ന്. ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പുഷ്പ 2വിൻ്റെ പ്രീസെയിൽ കളക്ഷനിൽ വൻ രീതിയിലുള്ള വർധനവ് നാം കണ്ടുവരുന്നത്. ഏതൊക്കെ സിനിമകളുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്ക് പുഷ്പ 2 അന്ത്യം കുറിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഓക്കെ, ബൈ.